ഡാവിഞ്ചി സുരേഷ് കലാകേരളത്തിന്റെ മാണിക്യം. വല്ലഭന് പുല്ലും ആയുധമെന്നൊരു പഴമൊഴി അനർത്ഥമാക്കി. ജീവിതം പ്രകാശിതമാക്കുന്ന അതുല്യ കലാകാരനാണ് ഡാവിഞ്ചി സുരേഷ്. ഗുരുവും സഹോദരനുമായ ഉണ്ണികൃഷ്ണന്റെ ചിത്രകലാ സ്ഥാപനത്തിന്റെ പേരായ ഡാവിഞ്ചി എന്ന നാമം തന്റെ നാമത്തോട് ചേർത്ത ശേഷം നടത്തിയ കലയിലെ പുത്തൻ പരീക്ഷണങ്ങളാണ് ഡാവിഞ്ചി സുരേഷിനെ ലോക പ്രശസ്തനാക്കുന്നത്. 2012 ഇന്ത്യയുടെ ഹൃദയമിടറിയ നിർഭയ സംഭവത്തിൽ പ്രതിഷേധിക്കാൻ അഴീക്കൽ മുനക്കൽ ബീച്ചിൽ ഒരുക്കിയ 50 അടി നീളമുള്ള മണൽ ശില്പത്തോടെയാണ് കലയിലെ വ്യത്യസ്തതകൾക്ക് ഡാവിഞ്ചി സുരേഷ് തുടക്കമിടുന്നത്. അട്ടപ്പാടിയിൽ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്ന മധുവിന്റെ ശില്പവും പ്രളയ സ്മാരക ശില്പവും കെ കരുണാകരന്റെ ശില്പവും അടക്കം ഡാവിഞ്ചി സുരേഷിന്റെ കയ്യൊപ്പുള്ള അനവധി ശില്പങ്ങൾ സുരേഷിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ടെങ്കിലും രചനാ സങ്കേതങ്ങളിൽ അദ്ദേഹം പരീക്ഷിക്കുന്ന വ്യത്യസ്തതയാണ് ഡാവിഞ്ചി സുരേഷിനെ വ്യത്യസ്തനാക്കുന്നത്. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ, 3D, വെള്ളത്തിന് മുകളിലെ ചിത്രം വര, തീ കൊണ്ടുള്ള ചിത്രം വര, അടുക്കള പാത്രങ്ങൾ കൊണ്ടുള്ള ചിത്രം വര, സ്വർണം കൊണ്ടുള്ള ചിത്രം വര, അങ്ങനെ 100ഓളം വ്യത്യസ്ത സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രം വരയിൽ അദ്ദേഹം കാണിക്കുന്ന അസാമാന്യ വൈഭവം ഒന്നു തന്നെയാണ് അദ്ദേഹത്തെ മറ്റു ചിത്രകാരന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന രീതി അവലംബിച്ച തീപ്പൊലിയും, ഞാറുകൊണ്ട് തീർത്ത ടൊവീനോയും, ഉരുളൻ പാളക്കല്ലുകൾ കൊണ്ട് തീർത്ത ദുൽഖർ സൽമാനും, പപ്പായയിൽ കൊത്തിയെടുത്ത കലിംഗ ശശിയും, തുണി കൊണ്ടുണ്ടാക്കിയ നൌഷാദിന്റെ മുഖവും, അങ്ങനെ പറഞ്ഞാലും തീരാത്ത വ്യത്യസ്തതകളുമായി ഡാവിഞ്ചി സുരേഷ് കലാകേരളത്തിന് അഭിമാനമായി മുന്നേറുകയാണ്. നാളെ ഒരുപക്ഷെ ഇങ്ങനെയൊരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ അതിശയത്തോടെ ഓർക്കും.